പാകിസ്ഥാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ഫത്ത-4 എന്ന മിസൈൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ദീർഘദൂര ലക്ഷ്യങ്ങളെ വളരെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് ലോഞ്ച് ക്രൂസ് മിസൈലാണിത്. പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഇത് വികസിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷപൂർണമായ സാഹചര്യത്തിലായതിനാൽ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ സ്വാഭാവികമായും ശ്രദ്ധ നേടാറുണ്ട്. പ്രത്യേകിച്ച് 750 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈൽ പരീക്ഷിച്ചതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതോടെ സുരക്ഷാ മേഖലയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ച ശക്തമായി. ഫത്ത-4 ഒരു സാധാരണ മിസൈൽ മാത്രമല്ല എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇതിൽ ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും പുതിയ തലമുറ ഏവിയോണിക്സ് സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതുകൊണ്ട് ശത്രു റഡാറുകൾക്ക് ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാകുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വെല്ലുവിളിയായേക്കാമെന്ന വിലയിരുത്തലും ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. സൈനികരുടെ ആക്രമണശേഷി കൂട്ടാനും പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ നടത്തിയ പരീക്ഷണത്തിൽ മിസൈലിന്റെ വിവിധ ഭാഗങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും വിജയകരമായി പ്രവർത്തിച്ചതായി പാകിസ്ഥാൻ അറിയിച്ചു. ഫത്ത-4ന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദൂരപരിധിയാണ്. ഏകദേശം 750 കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കാമെന്നാണ് പറയുന്നത്. അതായത് അതിർത്തിക്ക് സമീപം നിന്ന് വിക്ഷേപിച്ചാൽ ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളും ഇതിന്റെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ 330 കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡ് വഹിക്കാനും ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മിസൈൽ ടെറ്റേറിയൻ ഹക്കിംഗ് ടെക്നോളജി എന്ന രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഭൂമിയുടെ രൂപഭാഗം പിന്തുടർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു. ഇതിലൂടെ റഡാറുകളിൽ നിന്ന് മറഞ്ഞ് നീങ്ങാൻ കൂടുതൽ സാധ്യത ലഭിക്കുന്നു. ആയതിനാൽ ഇത്തരം മിസൈലുകളെ തടയുക സാധാരണ മിസൈലുകളെക്കാൾ പ്രയാസകരമായിരിക്കാം. പാകിസ്ഥാന്റെ അതിർത്തി നഗരങ്ങളായ ലാഹോർ, സിയാൽകോട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിച്ചാൽ ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളും അതിന്റെ പരിധിയിൽ എത്തും. പഞ്ചാബിലെ അമൃത്സർ, ലുധിയാന, ജലന്ധർ, പട്യാല തുടങ്ങിയ നഗരങ്ങൾ വളരെ അടുത്ത പരിധിയിലാണ്. ജമ്മു കാശ്മീരിലെ ജമ്മു, പത്താൻകോട്ട്, ഉദൻപൂർ പോലുള്ള മേഖലകളും അപകട സാധ്യത ഉള്ളവയാകാം. ഹരിയാനയിലെ അംബാല, ഹിസാർ, സിർസ തുടങ്ങിയ നഗരങ്ങളും ഇതിന്റെ പരിധിയിൽ വരാം. NCR മേഖലയായ ഡൽഹി, ഗുരുഗ്രാം, നോയിഡ, ഹരീദാബാദ് എന്നിവയെ ഏകദേശം 450 മുതൽ 550 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ളതിനാൽ ഈ മിസൈലിന്റെ പരിധിയിൽ എത്തുമെന്ന് കരുതപ്പെടുന്നു. രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളും അപകട സാധ്യത ഉള്ളവയാണ്. ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സൽമീർ, ജോധ്പൂർ തുടങ്ങിയ നഗരങ്ങൾ അതിർത്തിയോട് അടുത്തതിനാൽ പ്രത്യേക ശ്രദ്ധയിലാണ്. കൂടാതെ ഉത്തർപ്രദേശിലെ ആഗ്ര, മീററ്റ്, ലക്നൗ പോലുള്ള നഗരങ്ങളും സാങ്കേതികമായി ഈ ദൂരപരിധിയിൽ ഉള്ളവയാണ്. എന്നാൽ ഇത് ഒരു ഭീഷണി മാത്രമായി കണക്കാക്കേണ്ടതല്ല എന്ന് ചില പ്രതിരോധ വിദഗ്ധർ പറയുന്നു. കാരണം ഇന്ത്യക്ക് ശക്തമായ മിസൈൽ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇന്ത്യയുടെ S-400 എയർ ഡിഫൻസ് സംവിധാനം, ആകാശ് മിസൈൽ സംവിധാനം, ബാരക് 8 പോലുള്ള സാങ്കേതിക വിദ്യകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ കരുത്ത് നൽകുന്നു. ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് പോലുള്ള അതിവേഗ മിസൈലുകളും അഗ്നി പരമ്പരയിലെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ട്. ആയതിനാൽ പാകിസ്ഥാൻ ഒരു പുതിയ മിസൈൽ പരീക്ഷിച്ചതുകൊണ്ട് മാത്രം ശക്തി സമവാക്യത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ മത്സരം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് യഥാർത്ഥം. ഫത്ത പരമ്പരയിലെ മിസൈലുകൾ പാകിസ്ഥാന്റെ പ്രതിരോധ രംഗത്ത് പ്രധാന സ്ഥാനമാണ് നേടുന്നത്. ഫത്ത-1 ഏകദേശം 140 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലായിരുന്നു. പിന്നീട് വന്ന ഫത്ത-2ന് 290 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ഇപ്പോൾ ഫത്ത-4 വഴി അത് 750 കിലോമീറ്റർ വരെ എത്തിയിരിക്കുകയാണ്. ഈ വളർച്ച പാകിസ്ഥാൻ ദീർഘദൂര ആക്രമണശേഷി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് ഈ പദ്ധതികൾക്ക് ചൈനയുടെ സാങ്കേതിക സഹായം ലഭിച്ചിരിക്കാമെന്നാണ്. പാകിസ്ഥാൻ ഇതിനെ പൂർണ്ണമായും തദ്ദേശീയ വികസനം എന്നാണ് പറയുന്നതെങ്കിലും അതിൽ വിദേശ സാങ്കേതിക പിന്തുണ ഉണ്ടായിരിക്കാമെന്ന സംശയവും നിലനിൽക്കുന്നു. കഴിഞ്ഞ മാസവും പാകിസ്ഥാൻ ഫത്ത-3 മിസൈൽ പരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫത്ത-4 പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ആയതിനാൽ പാകിസ്ഥാൻ മിസൈൽ വികസനത്തിൽ വേഗത്തിൽ മുന്നേറുന്നു എന്ന വിലയിരുത്തലും ശക്തമാണ്. ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ സാധാരണ സൈനിക നടപടികൾക്ക് മാത്രമായി കണക്കാക്കാൻ കഴിയില്ല. ഇവ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സന്ദേശങ്ങളായും കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കടുത്ത അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കടുത്ത ശ്രദ്ധ നേടുകയാണ്. സുരക്ഷാ വിദഗ്ധർ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ സമാധാനം നിലനിർത്താൻ ആയുധ മത്സരം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ്. കാരണം രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഒരിക്കലും ചെറിയ കാര്യമല്ല. ഒരു തെറ്റായ തീരുമാനം പോലും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാം.
അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ മത്സരം പുതിയ കാര്യമല്ല. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും പുതിയ മിസൈലുകൾ, യുദ്ധ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പരീക്ഷണവും മറുവശത്ത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഫത്താഫോർ പരീക്ഷണം വിജയകരമായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചെങ്കിലും യഥാർത്ഥ ശേഷിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. പലപ്പോഴും രാജ്യങ്ങൾ അവരുടെ സൈനിക ശേഷി കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാറുണ്ട്. ആയതിനാൽ ഔദ്യോഗിക അവകാശവാദങ്ങളെ പൂർണ്ണമായും ശരിവയ്ക്കാൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. എന്തായാലും ഫത്താഫോർ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ സുരക്ഷാ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. ദീർഘദൂര ആക്രമണശേഷി, കൃത്യത, റഡാറിൽ നിന്ന് മറിഞ്ഞു നീങ്ങാനുള്ള കഴിവ് എന്നിവ കാരണം ഇത് ശ്രദ്ധേയമാണ്. ഇന്ത്യയും ഇതിനോട് പ്രതികരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സാധ്യത. ആയതിനാൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ മിസൈൽ മത്സരം ഇനിയും ശക്തമാകാൻ ഇടയുണ്ട്. ഫത്താഫോറിന്റെ പരീക്ഷണം പാകിസ്ഥാന്റെ വളരുന്ന മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇതോടെ പ്രദേശത്തെ സുരക്ഷാ ആശങ്കകളും കൂടുകയാണ്. ഇന്ത്യയ്ക്കും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണശേഷിയും ഉള്ളതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സമവാക്യം ഇപ്പോഴും വളരെ സങ്കീർണമായ നിലയിലാണ്. ദക്ഷിണേന്ത്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ആയുധ ശക്തിയേക്കാൾ കൂടുതൽ പ്രധാനമാണ് നയതന്ത്ര ചർച്ചകളും വിശ്വാസവും. ഇല്ലെങ്കിൽ മിസൈൽ മത്സരങ്ങൾ മേഖലയിൽ സുരക്ഷാ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്.